അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില പ്രതീക്ഷകൾ നമുക്കെല്ലാവർക്കും ജീവിതത്തിലുണ്ട്. മരണവും മരണാനന്തര ജീവിതവും വളരെയധികം അങ്ങേയറ്റത്തെ ദൃഢബോധ്യത്തോടുകൂടെ വിശ്വസിക്കുന്നവരെന്ന നിലക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ വളരെ വലിയ മനപ്രയാസവും നന്മകൾ ചെയ്യുമ്പോൾ വലിയ വലിയ പ്രതീക്ഷകളും നമുക്കുണ്ടായിരിക്കും. പക്ഷെ ചില അടിസ്ഥാന ആശ്വാസങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ഷിർക്കില്ലാതിരുന്നാൽ മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുമല്ലോ. അപ്പോൾ ഷിർക്കില്ലാത്ത ഒരു ജീവിതമുണ്ടെങ്കിൽ നാളെ പരലോകത്ത് രക്ഷപ്പെട്ടേക്കും. ഒരുപക്ഷെ തിന്മകൾക്കുള്ള ശിക്ഷ ലഭിച്ചാൽ പോലും പിന്നീട് സ്വർഗത്തിലേക്ക് വരാം എന്ന ഒരു പ്രതീക്ഷ ഒരു വിശ്വാസിയായയാളെ സംബന്ധിച്ചോളം ഉണ്ട്. അതൊരിക്കലും നമ്മളെ തിന്മ പ്രവർത്തിക്കുവാൻ പ്രേരണയായിക്കൂടാ. എന്ത് തെറ്റുകളുണ്ടെങ്കിലും തൗഹീദ് ഉണ്ടായാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവിടെ ഖാലിസായിട്ട് നിഷ്കളങ്കമായി തൗഹീദ് ഉൾക്കൊള്ളുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും. തെറ്റുകൾ ചെയ്യാൻ അയാൾക്ക് ഒരിക്കലും കഴിയാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇത് ഒരു വശമാണ്. മറ്റൊരു വലിയ പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉള്ളത് നമ്മുടെ തൗബയാണ്. അള്ളാഹു തവ്വാബാണ്. എല്ലാ തിന്മകൾക്കും ആത്മാർത്ഥമായി ഖേദിച്ചാൽ അള്ളാഹു പാപം പുറത്ത് അള്ളാഹു എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുക്കും. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒഴികെയുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും എന്ന് പറയുമ്പോൾ അതും നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. പക്ഷേ തൗബകൾക്ക് ചില നിബന്ധനകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തു നിസായിൽ കാണാൻ പറ്റും. തിന്മകൾ പ്രവർത്തിക്കുന്നവർ ജഹാലത്തോടുകൂടെയാണെങ്കിൽ, അതിൽ അറിവില്ലായ്മയിലൂടെ തിന്മ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുമ്പോൾ നമ്മൾ തിന്മയാണെന്ന് അറിയാതെ ചെയ്തു എന്നല്ല. അതിന് സാധ്യതയില്ലല്ലോ. ഒരാൾ ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ മദ്യപിക്കുന്ന ഒരാൾക്കത് മദ്യപാനം തെറ്റാണെന്ന് അറിയാതിരിക്കുമോ? വ്യഭിചാരം തെറ്റാണെന്ന് അറിയാതിരിക്കുമോ? മോഷണം തെറ്റാണെന്ന് അറിയാതിരിക്കുമോ? തീർച്ചയായും അത് തെറ്റാണെന്ന് അയാൾക്കറിയാം. അപ്പോൾ ഇവിടെ എന്താണ് ജഹാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറിവില്ലാതെ ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതിന് കൊടുത്ത വിശദീകരണങ്ങൾ നമ്മൾ കാണുന്നത്, ഒന്ന്, ആ തിന്മ പ്രവർത്തിക്കുന്നതിലൂടെ ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് അയാൾക്ക് ബോധ്യമില്ല. ആ ബോധ്യതയില്ലായ്മയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും മദ്യപാനികൾ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർ തിരിച്ചു വരും. ഒരാളത് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ തിരിച്ചു വരും. അല്ലെങ്കിൽ അവർക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അപ്പോൾ അവർ ബോധ്യപ്പെട്ടവർക്ക് തിരിച്ചു വരും. അപ്പോൾ ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഒരു ആശയം. മറ്റൊന്ന്, മതപരമായി ഉള്ള ഒരു ഈമാൻ, വിശ്വാസം. ആ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ തിന്മകളെ തടയാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ളൊരു നിലവാരം അവരുടെ മനസ്സുകൾ പ്രാപിച്ചില്ല എന്നത് മറ്റൊരു കാരണമാണ്. കാരണം ഈമാനോടുകൂടി ഒരാൾക്ക് വ്യഭിചരിക്കാനോ ഈമാനോടുകൂടി ഒരാൾക്ക് മോഷ്ടിക്കാനോ തിന്മകൾ പ്രവർത്തിക്കാനോ സാധിക്കില്ല. അപ്പോൾ ഈമാനിൻ്റെ കുറവ്, ഈമാനിൻ്റെ പരിപൂർണതയില്ലായ്മ, അത് അയാളുടെ ഒരു ജഹാലത്തിൻ്റെ കാലമാണ്, ഒരു അജ്ഞതയുടെ കാലമായി ഒരു വേള നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഏത് തിന്മ ചെയ്യുന്ന ആളാണെങ്കിലും അയാളിൽ ഒരു ജഹാലത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യത നമ്മളിൽ ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ബോധ്യത ഉണ്ടാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ തെറ്റുകളെ നിർത്തിവെക്കണമെങ്കിൽ നമുക്കതിനെക്കുറിച്ചുള്ള ബോധ്യത വേണം. ആ ബോധ്യത ഉണ്ടാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി തൗബ സ്വീകരിക്കപ്പെടാതെ പോകും എന്ന് പറയുന്ന രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒരു വിഭാഗം, അതും സൂറത്തു നിസായിൻ്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അവർ യഅമലുന സയ്യിആത്ത്, അവർ തിന്മകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏതുവരെ? മരണം ആസന്നമാകുമ്പോൾ അവർ പറയും ഇന്നി തുബ്തുൽ ആൻ, ഞാൻ ഇപ്പോൾ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന്. മരണം വരെയും തൻ്റെ തെറ്റുകളെല്ലാം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത് മരണം വന്ന് തൊണ്ടക്കുഴിയിൽ മരണമെത്തുമ്പോൾ ഞാൻ പശ്ചാത്തപിച്ചേ എന്ന് പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അതാണല്ലോ ഫിർഔൻ ചെയ്തത്. അതുവരെ മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ എല്ലാവിധ കലാപങ്ങളും കൊലവിളികളും നടത്തിയ ഫിർഔൻ അവസാനം മുങ്ങിച്ചാകുമ്പോൾ, വെള്ളം ഉള്ളിലോട്ട് കയറി ശ്വാസം നിലക്കാനാകുമ്പോൾ ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂൻ്റെയും രക്ഷിതാവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ അവസ്ഥക്ക് ഇൽത്തിറാർ എന്നാണ് പറയുക. അതായത് നിർബന്ധിതാവസ്ഥ. ഇനി എനിക്കൊരു രക്ഷയില്ല എന്ന് കാണുന്ന സന്ദർഭത്തിൽ തൗബ ചെയ്യുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? മറിച്ച് ഇഖ്തിയാറിൻ്റെ അവസ്ഥ. ഏതാ ഇഖ്തിയാർ? അതായത് തെറ്റായ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാൻ തനിക്ക് കഴിയും.
നന്മയിലേക്ക് വരാൻ പറ്റും. അത്തരമൊരു സന്ദർഭത്തിൽ നമ്മൾ പശ്ചാത്തപിക്കുമ്പോഴാണ് ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ ഒരു തിന്മ നമുക്ക് പ്രവർത്തിക്കാനുള്ള ആരോഗ്യാവസ്ഥ ഉണ്ട്, പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, ആ തിന്മയോടുള്ള ആഭിമുഖ്യമുണ്ട്, ആസക്തിയുണ്ട്. അത്തരം സന്ദർഭത്തിൽ അതിൻ്റെ എല്ലാ സുഖങ്ങളെയും അതുകൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെയും ത്യജിച്ചുകൊണ്ട് ഞാനൊരു നല്ല മനുഷ്യനാകുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ ഒരു ഇഖ്തിയാറുണ്ട്, സ്വാതന്ത്ര്യം, തിരഞ്ഞെടുപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രണ്ട് വഴിക്കും പോകാൻ പറ്റുന്ന സന്ദർഭത്തിൽ നന്മയിലേക്ക് പോകുന്നു എന്ന് തീരുമാനിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇഖ്തിയാറിൻ്റെ സന്ദർഭമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിന്മകളെ തിരിച്ചറിയുകയും അതിൽ ബോധ്യതയുണ്ടാക്കുകയും അങ്ങനെ മരണം കാത്തു നിൽക്കാതെ, അവസാനത്തെ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, ആ തിന്മകളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക. അതേപോലെ തന്നെ ആ തിന്മയുടെ സാഹചര്യങ്ങളെ നിന്ന് പൂർണ്ണമായും നമ്മൾ വിട്ടു നിൽക്കുക. അങ്ങനെ നന്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാം.